ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ വാങ്ങാവുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനമാണ് എം ജി കൊമറ്റ്. അതിപ്പോൾ നിങ്ങൾ ബാറ്ററി ആസ് സർവീസിൽ എടുത്താലും ഇനി അതില്ലാതെ എടുത്താലും അങ്ങനെ തന്നെയാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് നിങ്ങളിപ്പോൾ ടിയാഗോ ഇ വി ഒക്കെ നോക്കാനാണെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇവിടെ വാങ്ങാവുന്ന റിയർ വീൽ ഡ്രൈവ് വാഹനം ഇത് തന്നെയാണ്. അതിപ്പോൾ ഇലക്ട്രിക് ആവണമെന്നില്ല. ഈ പ്രൈസ് പോയിന്റിലൊന്നും നമുക്കല്ലാതെ IC വാഹനങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനങ്ങളുടെ റിയർ വീൽ ഡ്രൈവ് വേർഷൻസ് ഒന്നും കിട്ടുന്നില്ല. സോ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു വണ്ടിയായിരുന്നു. അവരിപ്പം 2025 ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് പറയുമ്പം അങ്ങനെ ഭയങ്കര മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇവർ ഏകദേശം 2 ആഴ്ച മുന്നേ ഈ വാഹനത്തിൻ്റെ ഒരു ബ്ലാക്ക് സ്റ്റോം എഡിഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഡിസൈനിൽ നമുക്കൊരു ബ്ലാക്ക് കളർ എക്സ്റ്റീരിയർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളർ ഡീറ്റെയിൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീൽസിലും അതുപോലെ സൈഡ് ബോഡിയിലൊക്കെ ആയിട്ട്. ഇൻറ്റീരിയറിലാണെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് ആക്സൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ഫുൾ ക്യാബിൻ വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്. സോ അതാണ് ബ്ലാക്ക് സ്റ്റോമിൻ്റെ ഡിസൈൻ വരുന്നത്. അതിൻ്റെ അകത്ത് പ്രൈസിലൊക്കെ സെയിം ആണ്. 7.8 lakhs തന്നെയാണ് ഒരു ബ്ലാക്ക് സ്റ്റോം ഇപ്പോഴും കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇനി അതല്ലാതെ നമ്മുടെ നോർമൽ വണ്ടിക്ക് കുറച്ച് പുതിയ ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് മോഡലായ എക്സിക്യൂട്ടീവിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. അതിന് മുകളിലത്തെ എക്സൈറ്റിൽ നമുക്കിപ്പോൾ ഫാസ്റ്റ് ചാർജറിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 3.3 kWh മാത്രമേ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം 7 hours എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 7.2 kWh AC ചാർജറും കൂടെ അവൈലബിൾ ആണ്. അതായത് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 3 to 4 മണിക്കൂറിനടുത്ത് മാത്രമേ സമയം എടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. എക്സൈറ്റിൽ മാത്രമല്ല, നമുക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡിലും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആകപ്പാടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ബേസ് മോഡൽ മാത്രമേ നമുക്ക് എപ്പോഴും 3.3 kWh ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുള്ളൂ. ബൈ ദ വേ നിങ്ങൾ അഡീഷണൽ എമൗണ്ട് കൊടുത്ത് ചൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ വെറുതെ അതിൻ്റെ പ്രൈസ് മാത്രം കൊടുത്ത് നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടില്ല. നോർമൽ പ്രൈസിൻ്റെ കൂടെ കിട്ടുന്ന 3.3 ചാർജർ തന്നെയാണ്. ഞാൻ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിന് മുന്നേ ഒരു റിയർ പാർക്കിംഗ് ക്യാമറ, അതുപോലെ ഇലക്ട്രിക് ഫോൾഡിംഗ് മിറേഴ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇനി മുതൽ നമുക്കത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ബേസ് മോഡലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ടോപ്പ് എൻഡ് എക്സ്ക്ലൂസീവിൻ്റെ അകത്ത് 2 പുതിയ ഫീച്ചേഴ്സും കൂടെ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇതിന് മുന്നത്തെ 2 സ്പീക്കർ ഓഡിയോ സിസ്റ്റം മാറ്റി 4 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റ്സ് മാറ്റി ലെതററ്റ് സീറ്റ്സും ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. സോ ഇത്രയും ഫീച്ചേഴ്സിൻ്റെ ഒരു അപ്ഗ്രേഡാണ് ഈ വാഹനത്തിൽ ഇപ്പം വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ മെക്കാനിക്കൽ ആസ്പെക്ട്സ് എടുക്കാനാണെങ്കിൽ ഒരു 17.3 kWh ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 42 PS പവറും അതുപോലെ 110 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. റേഞ്ച് അവർ ക്ലെയിം ചെയ്യുന്നത് 230 km ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എടുക്കാനാണെങ്കിലും ഡിസൈൻ വൈസ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഫീച്ചേഴ്സിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 2 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്, 2 സ്പോക്ക് ആണ്. അതിനകത്ത് കൺട്രോൾസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓട്ടോ AC അതിനകത്ത് ഇപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നടുവിലൊരു ചെറിയ റോട്ടറി കൺട്രോളർ നോബാണ് വരുന്നത്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ വാഹനത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതിന് വരെ നമ്മൾ ബ്രേക്ക് ഔട്ട് തന്നെയാണ് വണ്ടി ഓൺ ചെയ്യുന്നത്. ഇതിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ലല്ലോ, ഇലക്ട്രിക് വണ്ടിയാണല്ലോ. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ആസ് സർവീസ് ഇല്ലാത്ത വണ്ടിയുടെ നോർമൽ പ്രൈസ് എന്താണോ അതിൻ്റെ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നോക്കാം. 7 lakhs ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് അവർ ഇറക്കിയ സമയത്ത് 8 അടുത്തായിരുന്നു. അതിപ്പോൾ പക്ഷേ 7 ആക്കിയിട്ടുണ്ട്. അതായത് ബേസിക്കലി 6.99 എന്ന് പറയും. ബേസ് മോഡലിൽ അങ്ങനെ 2 ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സൈറ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും 6000 രൂപ കൂടിയിട്ടുണ്ട്. 8.26 lakhs ആണ് പുതിയ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അതുപോലെ എക്സൈറ്റ് ഫാസ്റ്റ് ചാർജിങ് എടുക്കാനാണെങ്കിൽ 5000 ആണ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. 8.78 lakhs ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 50,000 rupees നിങ്ങൾ കൂടുതൽ കൊടുത്താലാണ് 7.2 kWh AC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടുന്നത്. ഇനി അതുപോലെ എക്സ്ക്ലൂസീവ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങും 10,000 rupees ആണ് റേറ്റ് കൂട്ടിയിരിക്കുന്നത്. നമുക്ക് 9.78 lakhs വരെ അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സ്റ്റോം ആണ് 9.81 lakhs ആണ് അതിൻ്റെ പ്രൈസ്. വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് പാക്കേജ്, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വിൻസറൊക്കെ ഇറക്കിയ സമയത്ത് അവരിത് കൊണ്ടുവന്നൊരു സ്കീമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയുടെ ബോഡി മാത്രമായിട്ട് എടുത്ത്, അതായത് ബാറ്ററി ഇല്ലാതെ വണ്ടി മാത്രമായിട്ട് എടുത്തിട്ട് ബാറ്ററിക്ക് എല്ലാ മാസവും റെൻ്റ് അടച്ചുകൊണ്ടിരിക്കാം. 2.5 rupees per kilometer ആണ് ഇതിനകത്ത് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഓരോ 10 year ഉണ്ട്. 5 years വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചിട്ട് ഈ ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അതായത് ബാറ്ററിക്ക് വേണ്ടി വേറെ ലോൺ എടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. വണ്ടിക്ക് ലോൺ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് മാത്രം ലോൺ എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ഓരോ 10 year എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന റേറ്റിൽ വേണമെങ്കിൽ വേരി ചെയ്യാനും പറ്റും. 4 പ്രൊവൈഡേഴ്സാണ് ഈ ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിൻസർ റിവ്യൂയുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ബാറ്ററി ആസ് എ സർവീസിലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 lakhs ആണ്. ബേസ് മോഡലിലെ പ്രൈസിൽ വ്യത്യാസമില്ല.
അതിൻ്റെ മുകളിലേക്ക് വരുമ്പം എക്സൈറ്റ് മോഡലിൽ 16,000 രൂപയാണ് വിത്തൗട്ട് ഫാസ്റ്റ് ചാർജർ കൂടിയിരിക്കുന്നത്. വിത്ത് ഫാസ്റ്റ് ചാർജർ 20,000 രൂപ റേറ്റ് കൂടിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് മോഡൽ 22,000 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ 27,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് മാക്സിമം 7.77 lakhs വരെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഇനി ബ്ലാക്ക് സ്റ്റോം എഡിഷൻ എടുക്കാനാണെങ്കിൽ 7.8 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 30,000 രൂപയാണ് നമ്മുടെ നോർമൽ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്റ്റോം എഡിഷന് വേണ്ടി അഡീഷണൽ കൊടുക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ MG കോമറ്റിൻ്റെ പുതിയ 2025 അപ്ഡേറ്റഡ് മോഡലിനെ പറ്റി പറയേണ്ടത്. മിക്ക കമ്പനികളും അവരുടെ വാഹനങ്ങൾ ചെറിയ രീതിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ വാറണ്ടിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് 8 years or 1.2 lakh kilometers ആണ് ബാറ്ററി വാറണ്ടി കിട്ടുന്നത്. അല്ലെങ്കിൽ 3 years വരെയുള്ള വണ്ടിക്ക് വാറണ്ടി വരുന്നുള്ളൂ. അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം 3 years വരെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.